ഏജനറ്റ് ന്യൂസ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് എടൂർ തോട്ടം ചീങ്ങാക്കുണ്ടം മേഖലയിലാണ്. ഇവിടുത്തെ നാട്ടുകാർ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ വ്യാപകമായിട്ട് റബ്ബർ ഷീറ്റ്, വീടിന് മുന്നിൽ ഇട്ടിരിക്കുന്ന റബ്ബർ ഷീറ്റ് വ്യാപകമായി മോഷണം പോകുന്നു എന്നുള്ള പരാതിയാണ് ഇവർക്ക് ഉള്ളത്. ഇപ്പോൾ ഇവർ ഇരിട്ടി സ്റ്റേഷനിൽ പരാതിയൊക്കെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നാട്ടുകാർ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഏട്ടാ, ഇത് കുറേ ആയോ ഇങ്ങനെ മോഷണം ഇവിടുന്ന് വ്യാപകമായി? ഏറെക്കുറെ 2 ആഴ്ചയായി. അപ്പോൾ ഞാനിവിടെ ടാപ്പ് ചെയ്യുന്ന പപ്പാതിക്ക്. അപ്പോൾ എൻ്റെ 24 ഷീറ്റും ഇവർക്ക് വേറെ മരമുണ്ട്, ഇവരുടെ 18, അങ്ങനെ 42 ഷീറ്റ് ഇവിടുന്ന് പോയി. പിന്നെ താഴെ നിന്ന് ഒരു 10 ഷീറ്റും സ്റ്റേഷനിൽ പരാതി വ്യത്യാസം തന്നെ കൊടുത്തു. പോലീസുകാരെന്താ പറഞ്ഞത്? ഇവിടെ വന്നില്ല. പോലീസുകാർ 2 പേര് വന്നു. നിങ്ങൾ ആരെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിച്ചു. നമുക്കാരെയും ഒരു സംശയമൊന്നുമില്ല, നമ്മളാരെയും സംശയിച്ചിട്ട് പറഞ്ഞിട്ടില്ല. ഇതിപ്പോൾ രാത്രി കാലങ്ങളിലാണല്ലോ പകലാണ്? രാത്രിയിലാണ്. രാത്രി ഈ ബിജുവിൻ്റെ വീട്ടിൽ വരുമ്പോൾ 1:30 ആയിരുന്നു. അറിയില്ല, ബിജു 1:30 ആയിരുന്നല്ലോ. ഇവിടെ ഷീറ്റ് മാത്രമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ? ഷീറ്റ് മാത്രമേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ഇവിടെ ഈ പരിസരത്ത് ഇങ്ങനെ? അതെ, ഇപ്പോൾ കുറച്ച് കൊല്ലമായിട്ട് ആദ്യമായിട്ടാണ് ഈ മോഷണം. ഒരു 5-10 കൊല്ലമായിട്ട് ഈ മോഷണം കേസ് ഇല്ലായിരുന്നു. ഇപ്പോൾ സ്ഥിരമായിട്ട് ഇപ്പോൾ നമുക്കിപ്പം നമ്മളെ മുതൽ പോയാലും നമ്മൾ എടുത്ത ആളെ കിട്ടിയാൽ മതി, അത്രയും വേണ്ടു. നമ്മളും പണിയെടുത്ത് ജീവിക്കുന്നതല്ലേ. അതെ. എൻ്റെ പാപ്പൻ്റെ വീട്ടിൽ കയറിയിട്ട് കഴിഞ്ഞ ദിവസം വലിയൊരു ചെമ്പ്, നമ്മുടെ ഈ കപ്പവാട്ടുന്ന ചെമ്പില്ലേ, വലിയ ചെമ്പ്, ഒരു ഉള്ളി, പിന്നെ പരിക്കാത്തിരുന്ന കുറച്ച് കുരുമുളക്, പഴയ വീട്, അവർ പുതിയ വീട് അപ്പുറം താമസം, ഇപ്പോഴത്തെ പഴയ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട്. രാത്രി തന്നെ? ഒരു പിന്നെ 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഈ സംഭവം. കാരണം ചെമ്പ് കുറേ ദിവസങ്ങളായിട്ട് ഈ അരകല്ലിൻ്റെ ഒരു സൈഡ് ഒരു ഇതിൽ ചാരി വെച്ചിരുന്നായിരുന്നു. അത് കൊണ്ടുപോകണമെങ്കിൽ ഒറ്റയ്ക്കൊന്നും എന്തായാലും കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം വലിയ ചെമ്പാണ്, ഒറ്റയ്ക്ക് എന്തായാലും കൊണ്ടുപോകാൻ പറ്റില്ല. വീടുകളിൽ CCTV കാര്യങ്ങളൊക്കെ ഇല്ല. കാരണം ഇതുവരെ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഇതുവരെ ഈ നാട്ടിലുണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് സംഭവിക്കുന്നതാണ്. അത് ഞങ്ങളുടെ മാത്രമുള്ള ഒരു ഏരിയയാണ് അവിടെ. ഇത്രമായിട്ട് ഒരു മോഷണം അങ്ങനത്തെ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. പോലീസുകാർ സ്റ്റേഷൻ കമ്പനി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അന്വേഷിക്കാൻ രാത്രി അപ്പം സമയം നോക്കുമ്പോൾ ഒരു 1:30 ഈ കള്ളൻ ഇങ്ങനെ ഇതുപോലെ 2 സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പ് കയറി ഒരു വിറക് വരയുടെ അങ്ങോട്ട് അവിടെ നിന്ന് കയറി വരുന്നുണ്ട്. അപ്പോൾ ഒരു വെളിച്ചം കൂടുതൽ പോലെ തോന്നിയിട്ട് മാറി നിന്നിട്ട് നോക്കുമ്പം ഇതിങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ പോവുക. അന്നേരം ഇപ്പുറത്ത് മുകളിൽ കയറി നിന്നിട്ട് ഞങ്ങൾ അപ്പുറം വീട്ടിൽ കഥ ഒരേ സമയത്ത് ബൾബെല്ലാം അടിച്ച് ഫിറ്റാക്കിയിട്ട് പറഞ്ഞേപ്പിച്ചിട്ടാണ് കയറി. അന്നേരത്തേക്ക് ഇവൻ ഓടി റോഡിൽ ബൈക്ക് വെച്ചിട്ടുണ്ട്. ബൈക്കിൻ്റെ അടുത്തോട്ട് കയറി സ്ഥലവും വിട്ടു. മൊത്തം 42 ഷീറ്റ് പോയി. പോലീസുകാർ വന്നിട്ട് എന്നാ പറഞ്ഞേ? പോലീസുകാർ വന്നിട്ട് ചോദിച്ചു എത്ര പോയി, എപ്പോഴാണ് പോയേ എന്നൊക്കെ ചോദിച്ചോളൂ. വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും ചോദിച്ചൊന്നുമില്ല. അല്ല, അതിന് ശേഷം പിന്നെ എടുത്ത് വെക്കും വൈകുന്നേരം. മറ്റേ ഇതിങ്ങനെ ഒരിക്കലും പോയിട്ടുള്ളതല്ല. അതുകൊണ്ട് ഷീറ്റ് ഇങ്ങനെ കുറേ അധികം എപ്പോഴും പുറത്ത് തന്നെ ഇടലായിരുന്നു. ഇതിപ്പോൾ ആദ്യമായിട്ട് ഉണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു 1:30-2 മണിക്കാവാനാ. ഞാൻ പഠിച്ചെല്ലാം കഴിഞ്ഞ് അപ്പുറത്തെ റൂമിലാണ് പഠിക്കുന്നത്, മുമ്പിലല്ല. അപ്പം പഠിച്ച് ഇപ്പുറത്തെ റൂമിലേക്ക് വന്നപ്പം മുറ്റത്തൊരു വണ്ടി കിടക്കുന്നുണ്ട്. വണ്ടി എടുത്ത് ഞാൻ ഫ്ലാഷ് അടിച്ച് നോക്കുമ്പോൾ ഒരു സ്കൂട്ടി. അപ്പം തിരിച്ച് ഞാൻ മെല്ലെ വെട്ട വിടാൻ വേണ്ടി ഓടിയപ്പോഴത്തേക്ക് ഒരാൾ വണ്ടി കയറി, വണ്ടി സ്റ്റാർട്ടാക്കി പോയി. ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഒരാൾ മുറ്റത്തോട് നടപ്പുണ്ട്. അപ്പോഴത്തേക്ക് ലൈറ്റെല്ലാം ഇട്ട് വന്നപ്പോഴത്തേക്കും പുള്ളി വിട്ടു പോയി, ഓടിക്കളഞ്ഞു. ഞാൻ പിന്നെ പുറത്തിറങ്ങി നോക്കി ആരും കണ്ടില്ല. ഇവർ 2 പേരുണ്ടായിരുന്നു? 2 പേര്, കുറേ പേരുണ്ടെന്ന് തോന്നുന്നു. വീട്ടിൽ ഞാനും അമ്മേൻ്റെ അമ്മയും ഉണ്ടായിരുന്നുള്ളൂ. എന്തൊക്കെയാ പോയ വീട്ടിൽ നിന്നും പോയില്ല, ഞാൻ കണ്ടോണ്ടൊന്നും പോയില്ല. കണ്ടപാടെ ഞാൻ ഇറങ്ങി താഴേക്ക് ചെന്നു. വെട്ടവിട്ട് മുറ്റത്തെല്ലാം നോക്കി, അപ്പോഴത്തെ ആരും ഇല്ലായിരുന്നു, പോയി അപ്പോഴത്തേക്കും. നാട്ടുകാരുടെ പരാതിയാണ്. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. 2 ആഴ്ചക്കാലമായി ഇവിടെ റബ്ബർ ഷീറ്റ് മോഷണം സ്ഥിരമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള നാട്ടുകാരൊക്കെ വളരെ ആശങ്കയിലാണുള്ളത്. ഇരിട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഉടനടി ഒരു തീരുമാനം ഉണ്ടാക്കണം, പ്രതിയെ പിടിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ക്യാമറമാൻ ഷിജ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ, ഏജനറ്റ് ന്യൂസ്. When you dream, it's okay, let him go. Your happy home. Open your eyes and look around you. Just feel your home.
വീട് റെഡി. ആഹാ, എങ്കിലേ വീട്ടിലേക്കുള്ള സാധനങ്ങളും റെഡി. All quality brands for your dream home under one roof at affordable price. Reena Tile Gallery, Ulikil Road, Irati, Kannur. From the house of Reena Developers.